എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ആരാധനയെ സംബന്ധിക്കുവാൻ എല്ലാവരെയും ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യും. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗോന്നതങ്ങളിൽ സെറാഫുകൾ പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി സ്തുതിക്കുന്ന ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി, നല്ല പ്രഭാതത്തിനായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ദൈവാലയത്തിൽ പോകുവാൻ സാധിക്കാതെയുള്ള ഞങ്ങൾക്ക് ഇപ്രകാരം ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ ആരാധിക്കുവാൻ സകല സൃഷ്ടികളോടും കൂടെ ചേർന്ന് മുടക്കമില്ലാതെ നടത്തപ്പെടുന്ന ആരാധനയോടുകൂടി പങ്കുചേരുവാൻ ഞങ്ങളെയും ഇന്ന് സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ തന്നെ വിശ്വസ്തയോടും സമർപ്പണത്തോടും ഏകാഗ്രതയോടും ഒരുക്കത്തോടും കൂടെ ദൈവം മുമ്പിലായിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ഈ ആരാധന പങ്കെടുക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പാട്ടുപാടുമ്പോൾ കൂടെ പാടുവാനും വചനം വായിക്കുമ്പോൾ കൂടെ വായിച്ച് അനുഗ്രഹിക്കപ്പെടാനും ആരാധിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും നിന്റെ വചനം ശ്രദ്ധയോടുകൂടി കേട്ട് അതിനെ പ്രമാണിക്കാനും നിന്നിലുള്ള വിശ്വാസം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നെറ്റിയൊല്ലുവാനും അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി കരേറ്റി അതിലൊരു പങ്ക് നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാനും ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവകൃപയോടുകൂടി ജീവിക്കുവാനും ഈ ആരാധന ഞങ്ങൾക്ക് മുഖാന്തരമാക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. തമ്പുരാനെ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയോടുകൂടി ഏൽപ്പിക്കുന്നു. ലോകരക്ഷകനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ നീ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി നമുക്കെല്ലാവർക്കും ചേർന്ന ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 7ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. വാനഭൂമിயின் സൃഷ്ടാവ് താതസുതാത്മദൈവം എന്നാരംഭിക്കുന്ന 7ാമത്തെ ജ്ഞാനകീർത്തനം നമുക്ക് ചേർന്ന് പാടാം.
ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വസ്ത്രങ്ങളെയെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമല്ലോ. അവൻ അനന്തത്തെ കുറിച്ച് അനുദപിക്കും. കർത്താവേ, ഞങ്ങളുടെ ധനങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുവൻപാകെ സമർപ്പിക്കുന്നതിനാ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഇതാ അടുത്തു വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അതുകൊണ്ട് കർത്താവിന്റെ പ്രിയ ജനമേ, വിശ്വാസത്തോടും അനുതാപ ഹൃദയത്തോടും ദൈവം മുൻപാകെ നമ്മുടെ ജീവിതം ഉള്ളതുപോലെ അറിയുന്നവന്റെ മുൻപാകെ, ഹൃദയത്തിന്റെ ആഴങ്ങൾ അറിയുന്നവന്റെ മുൻപാകെ ന്യായം വിധിക്കുവാൻ യോഗ്യനായ വിധികർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കാം. മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപ ഹൃദയത്തോടെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം.
രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണതയോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകേണം. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ ഞങ്ങൾ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്നും മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിന് നാം സ്തുതിക്കപ്പെടട്ടെ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദപാഠം സെക്കര്യാവ് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സെക്കര്യാവ് 2-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധയോടെ കേൾപ്പിൻ. ഹേ ഹേ, വടക്കേ ദേശം വിട്ടോടുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിൻ്റെ 4 കാറ്റുപോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എൻ്റെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈ കുലുക്കും. അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി തീരും. സൈന്യങ്ങളുടെ യഹോവേ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധദേശത്ത് യഹൂദായെ തൻ്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരൂശലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പിൻ. അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നരുളിയിരിക്കുന്നു. ഇവിടെ 1-ാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള പ്രത്യേക സങ്കീർത്തനം 50-ാം സങ്കീർത്തനം 1 മുതൽ 15 വരെയുള്ള ദൈവവചനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. 50-ാം സങ്കീർത്തനം 1 മുതൽ 15 വരെയുള്ള ദൈവവചനം. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു: സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്നും ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവന്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു. അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ചതിനോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കയാൽ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും. എന്റെ ജനമേ കേൾക്കുക, ഞാൻ സംസാരിക്കും. ഇസ്രായേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്നും കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്നും കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളൊക്കെ ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറകയില്ല. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കാം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ വിടുവിക്കുകയും
നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 12 മുതൽ 24 വരെയുള്ള ദൈവത്തിന്റെ വചനങ്ങളെ കേൾപ്പീൻ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാവുന്നു, അവൻ അത് നിവർത്തിക്കും. ഇങ്ങനെ രണ്ടാം വേദഭാഗം വായിച്ചു പൂർണ്ണമാവുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള ദൈവവചനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള ദൈവവചനം കേൾക്കുവിൻ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ, കുറഞ്ഞോന്ന് കഴിഞ്ഞും നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു, അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് ഞാൻ പറയുകയിൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷകരമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് വന്ന് പിറന്നിരിക്കുന്നു സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വിധം നിങ്ങൾക്ക് ലഭിക്കും. സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാൻ ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 185-ാമത്തെ ജ്ഞാനകീർത്തനം, ഇതിനൊന്നും രണ്ടും ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. 185-ാം കീർത്തനത്തിന് ചില ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. ദൈവമേ വിശുദ്ധമാം നിന്റെ വചനത്തിനായി ആരംഭിക്കുന്ന 185-ാമത്തെ
കീർത്തനം. സെഖര്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കേൾക്കുവാനും കർത്താവ് കൃപയായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവമായ കർത്താവേ, ഇന്ന് അവിടുത്തെ വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും മനസ്സിനും അത് ആനന്ദത്തിനും സന്തോഷത്തിനും മുഖാന്തരമായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പ്രഭാതത്തില് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗങ്ങളിൽ നിന്നും കൂടെ ചെറിയ ചില ചിന്തകളെ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവിക സാന്നിധ്യം എപ്പോഴും മനുഷ്യന് ആനന്ദകരം. മനുഷ്യ ജീവിതത്തിന്റെ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും പ്രയാസങ്ങളുടെയും വേദനയുടെയും അനുഭവത്തിലൊക്കെയും ദൈവം നമ്മോട് സമീപസ്ഥനായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ജീവിതത്തിലെ സന്തോഷവും ആനന്ദവും നൽകുന്നതായ അനുഭവം. എന്നാൽ ഇത് വാഗ്ദാനം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് യഥാർത്ഥമായ സംഭവമായിട്ട് നമ്മോടൊപ്പം ഈ ആഗമനത്തിന്റെ നാളുകൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു. ഗോഡ് ഈസ് വിത്ത് us. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോടൊപ്പം വസിക്കുന്നതായ ദൈവമാണ്. ആഗമനത്തിന്റെ നാളുകളിൽ ഏറ്റവും കൂടുതലായിട്ട് നാം ചിന്തിക്കുന്നതും നാം പ്രത്യാശിക്കുന്നതും ആഗ്രഹിക്കുന്നതും സമീപസ്ഥനായ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായിട്ട് ചിന്തിക്കുന്ന ചിന്താവിഷയവും അതുതന്നെയാണ്. റിജോയ്സ്, ദ ലോർഡ് ഈസ് നിയർ. സന്തോഷിപ്പിൻ അല്ലെങ്കിൽ ഉല്ലസിപ്പിൻ, കർത്താവ് സമീപസ്ഥൻ. എങ്ങനെയാണ് കർത്താവ് സമീപസ്ഥനായിരിക്കുന്നതിലൂടെ സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഈ ആഗമനത്തിന്റെ കാലഘട്ടത്തിലൊക്കെയും സഭാജീവിതത്തില് ക്രിസ്തുവിന്റെ
ജനനത്തിൻ്റെ ഓർമ്മയെ പുതുക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവരും വിസ്മരിക്കുകയും എന്നാൽ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നതായ നാളുകളാണ് ആഗമനമെന്നത്. സർവസൃഷ്ടിയുടെയും പുതുക്കത്തിന് കാരണമാകുന്ന നാളുകളാണ് ആഗമനത്തിൻ്റെ നാളുകൾ. തിരുപ്പിറവി സമയത്ത് പോലും ദൈവിക ദൂതന്മാര് വന്ന് ആട്ടിടയരോട് ഘോഷിച്ചതായ വലിയ പ്രഖ്യാപനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് മഹാസന്തോഷമെന്ന്. ദൈവത്തിൻ്റെ അകലങ്ങളിൽ, അതുവരെ അകലങ്ങളിൽ ഇരുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യന് സമീപസ്ഥമായി തീരുമ്പോൾ ഇതുവരെ കേട്ടുകേൾവി ഉണ്ടായിരുന്നതായ ഒരു ദൈവത്തെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെയും ഇടയന്മാരിലൂടെയും സംസാരിച്ചതായ ദൈവത്തെ നേരിട്ട് കാണുവാൻ ലഭിക്കുന്നതായ അവസരമായിട്ട് ക്രിസ്തുവിൻ്റെ ജനനത്തെ നോക്കിക്കാണുകയാണ്. അകലെ ഇരുന്നതായ ദൈവം സമീപസ്ഥനായിട്ട് തൻ്റെ ജനത്തോടു കൂടെ വസിക്കുന്നതായ അനുഭവത്തെയാണ് കർത്താവ് സമീപസ്ഥനായി തൻ്റെ ജനത്തോടു കൂടെ വസിക്കുന്നു. അവരുടെ കഷ്ടതകളിൽ നിന്നും അവരുടെ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നൊക്കെയും ദൈവം അവർക്ക് വിടുതൽ നൽകുമെന്നുള്ള ചിന്ത ജനത്തെ ആനന്ദഭരിതരാക്കുകയാണ്. ഇന്നത്തെ വേദഭാഗങ്ങളിലൂടെ ചില ചിന്തകളെ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു. ഗോഡ് ഈസ് ഡ്വെൽ വിത്ത് us. സെഖര്യാ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: സിയോൻ പുത്രിയെ ഘോഷിച്ച് ഉല്ലസിക്കാം, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യ വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യ വസിക്കും. സൈന്യങ്ങളെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. സെഖര്യാ പ്രവാചകൻ പ്രവാസാനന്തരം പുതുക്കി പണിയുന്നതായ യെരൂശലേം ദേവാലയം സെഖര്യാ പ്രവാചകന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രാധാന്യമായ സ്ഥാനം കൽപ്പിച്ചിരുന്നതായ ഒന്നായിരുന്നു. ദേവാലയത്തെ കേവലം ഒരു മന്ദിരം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് പ്രവാചകൻ ജനത്തിന്റെ മധ്യത്തിൽ അവതരിപ്പിക്കുക. അതിനാൽ നിങ്ങൾ വീണ്ടും പ്രവാസത്തിന് ശേഷം വീണ്ടും യെരൂശലേമിലേക്ക് മടങ്ങിപ്പോവുകയും ദേശത്തിന്റെ നന്മകളെയും അനുഗ്രഹങ്ങളെയും അനുഭവിക്കുകയും സമീപസ്ഥനായിട്ട് നിങ്ങളോടുകൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യും. സമീപസ്ഥനായ കർത്താവ് തന്റെ ജനത്തോട് കൂടെ വസിക്കും. അതിൽ നിങ്ങൾ സന്തോഷിക്കുക. ദൈവം മനുഷ്യനോട് ഒപ്പം ചേർന്ന് വസിക്കുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ അകലം ഇല്ലാതെയാക്കി അടുത്തു വസിക്കുന്നതായ ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കുന്നതിലൂടെ അകലങ്ങളില്ലാതായി മനുഷ്യനോടൊപ്പം ദൈവിക സാന്നിധ്യം അവന്റെ ജീവിതത്തിന് പ്രത്യാശയും ആനന്ദവും നൽകുന്നതായ അനുഭവം. മനുഷ്യന്റെ ഏകാന്തതയിൽ, നഷ്ടബോധങ്ങളിൽ, പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നതായ സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാമീപ്യം അവന് ഏറ്റവും ആനന്ദകരമാണ്. അതുകൊണ്ട് സെഖര്യാ പ്രവചകൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, സമീപസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ ഓർക്കുകയും അതിനെ അന്വേഷിക്കുകയും അതോടൊപ്പം അതിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവജനത്തെ ഓർപ്പിക്കുക. രണ്ടാമതായിട്ട് നാം ഇന്ന് വായിച്ചു കേട്ടതായ ലേഖന വേദഭാഗം, അവിടെ പറയുന്നത് ദൈവ ഇഷ്ടം നിവർത്തിക്കും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഫുൾഫില്ലിംഗ് ദ വിൽ ഓഫ് ഗോഡ്. എങ്ങനെയാണ് ദൈവേഷ്ടം നിവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്ക സഭയെ വിശ്വാസ ജീവിതത്തിലെ ഒരു പുതിയ മാതൃക സ്വീകരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുക. ക്രിസ്തീയ ശുശ്രൂഷയിൽ അനുവർത്തിക്കേണ്ടതായ ക്രമങ്ങൾ അപ്പോസ്തലൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് അവരെ ഓർപ്പിക്കുക. പുതിയൊരു ജീവിതക്രമം നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷത്തിന് നിദാനമായി തീരും. ഇത് ദൈവഹിതം നിറവേറ്റുന്നതിന് തുല്യമാണെന്ന് പ്രവാചകൻ അവരെ ഓർപ്പിക്കുകയാണ്. ദൈവിക സാന്നിധ്യമുള്ള ഒരു ജീവിതക്രമം ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് സന്തോഷത്തെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാനായിട്ട് ഓർപ്പിക്കുകയാണ്. സമീപസ്ഥനായിരിക്കുന്ന ദൈവം നമ്മോട് കൂടെയിരിക്കുന്ന സന്തോഷത്തെ അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. ദൈവേഷ്ടം നിറവേറ്റിച്ചുകൊണ്ട്
ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ശുശ്രൂഷയിലൂടെയും ദൈവമാക്കി വെക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ ഇഷ്ടത്തെ പൂർണ്ണമായിട്ട് നിവർത്തിക്കുമ്പോൾ കർത്താവിന്റെ വരവിലെ സന്തോഷം നമുക്ക് മാത്രമല്ല, നമ്മെ ദർശിക്കുന്നവർക്കും നാം ഇടപെടുന്നവർക്കും ആ ദൈവിക സാമീപ്യത്തെ അനുഭവവേദ്യമായി തീരുവാനായിട്ട് സാധ്യമായി. ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നവരെ, ഫുൾഫില്ലിംഗ് ദ വിൽ ഓഫ് ഗോഡ്, ജീവിപ്പാനും പ്രവർത്തിപ്പാനുമായിട്ട് തെസ്സലോനിക്ക ലേഖനത്തിലൂടെ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ഇന്ന് നാം വായിച്ചു കേട്ടതായ സങ്കീർത്തന വേദഭാഗത്ത് ദൈവിക വിടുതലിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സങ്കീർത്തന വേദഭാഗം സങ്കീർത്തനം 50 അതിന്റെ 14-15 വാക്യങ്ങൾ. ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതായ സ്തോത്രയാഗവും വഴിപാടും അപേക്ഷകളെല്ലാം ദൈവത്തിന് ആനന്ദത്തിന് മുഖാന്തരമാകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധം മനുഷ്യൻ പ്രകടമാക്കുന്നത് അവൻ ദൈവമുമ്പാകെ അർപ്പിക്കുന്നതായ സ്തോത്രാർപ്പണത്തിലൂടെയും ദൈവമുമ്പാകെ സ്വയം ശൂന്യമാകുന്നതിലൂടെയുമാണ്. പാപിയായിരിക്കുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ദൃഷ്ടാന്തം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വഴിപാടുകളും നേർച്ചകളും അർപ്പിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? ദൈവം നമ്മുടെ നന്മകൾക്ക് ഒത്തവണ്ണം നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ നന്മകൾക്ക് ഒത്തവണ്ണം നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ, അനുഗ്രഹങ്ങളും നന്മകളും നൽകുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി വിനയപ്പെടുത്തിക്കൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ദൈവത്തിന് നമ്മെ ഓർപ്പിക്കുന്നു, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നുവെന്ന്. ദൈവിക സാന്നിധ്യം പൂർണ്ണമാകുന്നത് ദൈവസന്നിധിയിൽ തികഞ്ഞ മനസ്സോടെ കടന്നു വന്ന് പൂർണ്ണമായി ആത്മാവിന്റെ സാന്നിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തത്. അതിലൂടെ മനുഷ്യനും ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക്, സമ്പൂർണമായിട്ടുള്ള അടുത്തുവരലിലേക്ക് മുഖാന്തരമായിട്ട് തീർന്നു. നാലാമതായിട്ട് നാം ഇന്ന് വായിച്ചു കേട്ടതായ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 20-22 വാക്യങ്ങൾ. നിത്യമായ സന്തോഷത്തെ പ്രാപിക്കുക, റിസീവിംഗ് ഇറ്റേണൽ ഹാപ്പിനെസ്. ദൂതന്മാർ ദൈവത്തോട് വിളിച്ചു പറഞ്ഞതായ വലിയ സത്യം, ക്രിസ്തുവിന്റെ ജനനം സർവ്വലോകത്തിനുമുള്ളതായ സന്തോഷത്തിന് കാരണമാകുന്നു. ആ കാലഘട്ടത്തില് നിരാശയിലും പ്രത്യാശയില്ലാതും ഭയത്തിലും കഴിഞ്ഞിരുന്നതായ ഒരു ജനത്തിന്റെ മധ്യത്തില് ദൈവത്തിന്റെ പുത്രന്റെ ജനനം അവർക്ക് സന്തോഷത്തിന് കാരണമായി തീർന്നു. ആദ്യം ദൈവവചനം ദൈവിക ദൂത് അറിയിച്ചത് സമൂഹത്തിലെ ഏറ്റവും പാവങ്ങളായ സാധാരണക്കാരായ ആട്ടിടയരോടും അതിനുശേഷം പണ്ഡിതഗണത്തിലെ വിദ്വാൻമാരോടും ദൈവിക ദൂതന്മാര് ഈ ദൈവിക സത്യത്തെ അറിയിക്കുകയാണ്. സമൂഹത്തിലെ എല്ലാ മതത്തിലുള്ള എല്ലാ തരത്തിലുള്ളതായ ജനങ്ങളുടെയും കൂടിവരവും അതോടൊപ്പം തന്നെ എല്ലാ ജനത്തിന്റെയും വിടുതലുമാണ് ദൈവത്തിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിലൂടെ കാരണമായി തീരുന്നത്. എന്താണ് പൂർണ്ണമായിട്ടുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്? കേട്ടുകേൾവി ഉണ്ടായിരുന്ന ഇപ്രകാരം ഒരു ദൈവമുണ്ട് എന്ന് പ്രവാചകന്മാർ ഓർപ്പിക്കുകയും വിടുതൽ നൽകുകയും പ്രത്യാശയുടെ അനുഭവത്തിൽ നിലനിർത്തുകയും ചെയ്തതായ ദൈവത്തിന്റെ സാന്നിധ്യം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നതിലൂടെ നമുക്ക് അനുഭവവേദ്യമായിട്ട് തീരുവാനായിട്ട് കാരണമായി തീർന്നു. കർത്താവ് നമ്മോട് കൂടെ വസിക്കുന്നതില്, കർത്താവ് നമ്മുടെ ഭവനത്തിൽ വസിക്കുന്നതില്, നമ്മളിൽ വസിക്കുന്നതിലൂടെ സന്തോഷത്തെ അനുഭവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? കൊരിന്ത്യ ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നതായ മന്ദിരങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്മസിന്റെ നാളുകളിലേക്ക് നാം ഒരുങ്ങുമ്പോൾ, ആഗമനത്തിന്റെ നാളുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സമീപസ്ഥനായിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ കൂടുതലായിട്ട് ജീവിതത്തിൽ രുചിച്ചറിയുവാനും ആ സമീപസ്ഥനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റുവാനും വിനയപ്പെടുവാനും കൂടുതലായിട്ട് ദൈവിക നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നമ്മെ തന്നെ കൂടുതലായിട്ട് ഈ നാളുകൾ വിനയപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. 4 കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിച്ചത്. ഒന്നാമതായിട്ട് ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു. God to dwell with us. സഖറിയാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. രണ്ടാമതായിട്ട് സമീപസ്ഥനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് കൂടുതലായിട്ട് രുചിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് ദൈവിക ഇഷ്ടം പൂർണ്ണമായിട്ട് നിവർത്തിക്കുന്നതിലൂടെ. മൂന്നാമതായിട്ട് ദൈവിക വിടുതലിനെ നമ്മിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിലൂടെ. നാലാമതായിട്ട്
സമീപസ്ഥനായ ദൈവം നിത്യമായ വിടുതലിന് നിത്യമായ സന്തോഷം നമ്മുടെ ജീവിതത്തിന് പ്രദാനം ചെയ്യുന്നതിന് മുഖാന്തരമായി തീരുന്നതിനാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ സമീപസ്ഥനായിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലും പ്രവർത്തനങ്ങളിലും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുമോ? ക്രിസ്മസിന്റെ പേരിൽ നാം നടത്തുന്നതായ ആർഭാടങ്ങളോ ക്രിസ്മസിന്റെ പേരിൽ നാം കൊണ്ടാടുന്നതായ ആചാരങ്ങളെക്കാൾ ഉപരിയായിട്ട് എന്നോടൊപ്പം എന്നെ വീണ്ടെടുപ്പാനായിട്ട് എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അടുത്തു വന്നു. റിജോയ്സ്, ദ ലോർഡ് ഈസ് നിയർ. ദൈവമേ, എന്നോടൊപ്പമുള്ള നിന്റെ സാന്നിധ്യത്തെ അനുദിന ജീവിതത്തിൽ രുചിച്ചറിയുവാനായിട്ട് എന്നെയും കുടുംബമായിട്ട് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലയുടെ വണക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് കൂടെ വസിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതാണ്. ഇമ്മാനുവലായി, നല്ല സഖിയായി, നല്ല സഹായകനായി, ജീവിതത്തിൽ നല്ല വഴികാട്ടിയായിട്ട് അവിടുത്തെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് ആനന്ദകരമാണ്. ദൈവമേ, ഞങ്ങളോടൊപ്പമുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ ദൈവിക പദ്ധതികളോട് മുഖത്തിരിക്കാതെ ദൈവിക പദ്ധതികൾക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് മറിയെ പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്റെ ജീവിതത്തിന് പൂർണ്ണമായി നടക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് തോന്നുള്ള നാളുകളിലും ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ മറ്റുമായി പൊതിയണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവ്വബഹുമാനം മഹത്വവും കലാശാനും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ വചനം ശ്രവിച്ച നമുക്ക് ഏവർക്കും നമ്മുടെ വിശ്വാസം ചേർന്നുറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചതിൽ പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തനായ ദൈവത്തിലിരിക്കുന്നു. അവിടെ മനുഷ്യരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സ്വർഗ്ഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവോടുകൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ആഗമനത്തിൽ 4-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ നിന്റെ പുത്രനെ സ്വീകരിക്കുവാൻ സന്തോഷത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുകയും ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്നതിനായും ചെയ്യുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ രാജാതിരാജാവും കർത്താവുമായി വരുമ്പോൾ നിന്റെ ന്യായാസനത്തിന് മുൻപാകെ നീതിയോടും വിശ്വസ്തയോടും കൂടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരയണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ
ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിനു വേണ്ടി നമുക്ക് നമ്മുടെ കർത്താവിനോട് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവ് ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണ ഉറപ്പോടെ ആശ്രയിച്ചു ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടുവാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യരും ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായും സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങൾ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ടും ഞങ്ങൾ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തേണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശ്വരൻ എന്ന് ആരംഭിക്കുന്ന ആത്മീയത നമുക്ക് ചേർന്ന് പാടാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതി
സ്നേഹവും വാത്സല്യവുമുള്ള ദൈവത്തിന്റെ പ്രിയജനമേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും അവൻ നമുക്ക് തരുമെന്ന്. പിതാവായ ദൈവം പുത്രനാകുന്ന യേശുവിലൂടെ നമുക്ക് നന്മയും അനുഗ്രഹവും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ അധികാരമുള്ളവനുമായി ഇതാ ജീവിക്കും. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും പ്രാർത്ഥനയോടുകൂടി ഫലമേൽപ്പിക്കാം. വ്യക്തിപരമായി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവകൃപയിൽ മരണവരുന്ന വിശ്വസ്തരായിരിക്കാൻ കൃപ ലഭിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് ഓർമ്മ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. ദൂരത്തും ചാരത്തും കഴിയുന്നവരൊക്കെ ഓർത്ത് മധ്യസ്ഥത അടയ്ക്കാം. ഈ COVID-19 മൂലം നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളെയും ഓർക്കാം. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായി വരുവാൻ സ്വർഗത്തിലെ കർത്താവെ സഹായിക്കണമെന്ന് അപേക്ഷിക്കാം. നമ്മുടെ ഗുരുവുകളെ കുറിച്ച് ഓർത്ത് അനുദപിക്കാം. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേക മക്കളുണ്ടാകുമല്ലോ. വ്യക്തിപരമായി അവരോരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്തുമസ് നാളുകൾ നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ, വിചാരങ്ങളിൽ, ഇടപാടുകളിൽ, സംസാരത്തിൽ, മൗനത്തിൽ, നിദ്രയിൽ, ഉണർവിൽ കർത്താവിനെ ഹൃദയത്തിൽ വഹിച്ചു, കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ലോകരോട് പ്രഘോഷിക്കുവാൻ നമ്മെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നീ വീണ്ടും വരുന്നുവെന്ന് വചനം ഞങ്ങളെ കേൾപ്പിക്കുന്നുവല്ലോ. നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാനുള്ള ഈ ഒരുക്ക നാളുകൾ തക്കത്തിൽ വിനിയോഗിക്കുവാൻ കർത്താവേ ഞങ്ങളെ തുണയ്ക്കണമേ. ഞങ്ങൾ സങ്കടപ്പെടുമ്പോൾ ലോകം സന്തോഷിക്കുമെന്നാൽ ഞങ്ങളുടെ സങ്കടവും കണ്ണുനീരുമൊക്കെ സന്തോഷമായി മാറ്റുവാൻ കഴിയുന്ന കർത്താവ് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിന്നിലുള്ള വിശ്വാസത്തിലും നിന്നിലുള്ള ഭയഭക്തിയിലും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ സാക്ഷികളാകുവാൻ അടിയങ്ങളെ തുണയ്ക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളും തെറ്റുകുറ്റങ്ങളും കുറവുകളും ഒക്കെ കർത്താവെ നീ അറിയുന്നു. അടിയങ്ങളോട് പൊറുക്കണമേ. നൽകിയ നന്മകൾക്കൊക്കെയും സ്തോത്രം. എണ്ണിയാൽ തീരാത്ത നന്മകൾ, എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ, വർണ്ണിപ്പാൻ സാധ്യമല്ലാത്ത വിധം കർത്താവ് ഞങ്ങളെ കരുതുന്നതോർത്ത് നന്ദി. ഇന്ന് പകലിലും കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇതുവരെയും കർത്താവ് ഞങ്ങളെ കരുതിയില്ല. അടിയങ്ങളെയും അടിയങ്ങളുടെ ഭവനത്തെയും ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെയും കർത്താവ് കരുതണം. ദൂരദേശത്തും ദൂരരാജ്യങ്ങളിലും കഴിയുന്ന കുഞ്ഞുങ്ങളെയും അവരായിരിക്കുന്ന ദേശത്തും രാജ്യത്തുമൊക്കെ സമാധാനത്തോട്, സമൃദ്ധിയോട്, ക്ഷേമത്തോടെ അവരെ കാത്തുകൊള്ളണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ രാത്രിയിൽ പ്രാർത്ഥനയിൽ താവേ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഒരു നല്ല പ്രഭാതം കാണാനുള്ള ഭാഗ്യം തന്നല്ലോ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സുഖകാലം ദുഃഖകാലത്തുമൊക്കെയും കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ ഞങ്ങളെ തുണയ്ക്കണമേ. നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയി കാത്തിരിക്കുന്ന ആളുകളൊക്കെയും നിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ വരവിന്റെ, നിന്റെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെയും വെറും ആഘോഷങ്ങളായി തീരാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ വിറക്കുവാൻ ഇടം തരുവാൻ, ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ സംസാരവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ കർത്താവിന് ഹിതകരമായി തീരുവാൻ അടിയങ്ങളെ തുണയ്ക്കണമേ. കർത്താവായ ദൈവമേ, ഈ ഭൂമിയിൽ ആയുസ്സുള്ള കാലത്തോളം കർത്താവിന് ജീവിക്കുന്ന സുവിശേഷങ്ങളായി തീരുവാൻ, ജീവിക്കുന്ന സാക്ഷികളാകുവാൻ അടിയങ്ങളെ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ വ്യക്തികളെയും, എല്ലാ കുടുംബങ്ങളെയും സ്വർഗീയനാഥൻ അനുഗ്രഹിക്കണമേ. അതിൽ രോഗികളുണ്ട്, ക്ഷീണിതരുണ്ട്,
പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ശാരീരികമായ ക്ലേശങ്ങൾ നേരിടുന്നവരുണ്ട്, മാനസികമായി തകർന്നും നുറുങ്ങിയും നൊമ്പരം അനുഭവിക്കുന്നവരുണ്ട്. കർത്താവേ, സകല ഹൃദയങ്ങളെയും അറിയുന്നവനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ മക്കളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം, കർത്താവ് കാക്കണം. കർത്താവെ, നീ ബലപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നിങ്ങളുടെ ആലയത്തിലെ കുടുംബങ്ങളെ, ശുശ്രൂഷകൾ അനുഗ്രഹിക്കണമേ. ദൈവഹിതമായ 20-ാം തീയതി കർത്താവേ, നടികളുടെ കരോൽഗാന ശുശ്രൂഷയാണ്. ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാം ചന്തമായി ഉചിതമായി തീർക്കുവാൻ നീ ഇടയാക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കായും സ്തോത്രം. പ്രത്യേകിച്ച് ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന അനേകം കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്. ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കൊടുക്കണമേ, ബലം കൊടുക്കണമേ, ദോഷപ്പെടാതെ കരുതണമേ. അത് ലഭിക്കുന്ന ശുശ്രൂഷകളും ചികിത്സകളും ഒക്കെ ഫലകരമായി തീരണമേ. ഇതിന്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കുടുംബത്തിലെ മക്കളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ. കോവിഡ് ബാധ മൂലം പ്രയാസമായി ലോകത്തിന് സൗഖ്യം നൽകുവാൻ അധ്വാനിക്കുന്ന ലോകത്തെമ്പാടും ഡോക്ടർമാര്, നഴ്സുമാര്, ആരോഗ്യ പ്രവർത്തകര്, ആശുപത്രി ജീവനക്കാര്, കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്നവര്, വളണ്ടിയേഴ്സ്, കോവിഡ് സെന്ററുകൾ, ആരോഗ്യമേഖല ജോലി ചെയ്യുന്നവര്, ഫാർമസിസ്റ്റുകൾ, ലാബ് ടെക്നീഷ്യൻ എന്ന് വേണ്ട ഏതെല്ലാം മേഖലകളിലൂടെ ലോകത്തെ സൗഖ്യത്തിനോട് ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടോ അവരെ തമ്മിൽ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പഠിക്കുന്ന മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനുഗ്രഹിക്കണമേ. അടിയങ്ങളുടെ മഹായിടവകയെ അധ്യക്ഷനെ ഭാരവാഹികൾ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരൊക്കെ ഏൽപ്പിക്കുന്നു. എല്ലാവരും കർത്താവ് സൗഖ്യമാക്കണം, എല്ലാവരും കർത്താവ് ബലപ്പെടുത്തണം, എല്ലാവർക്കും ആവശ്യമുള്ള കൃപയും ബലവും കൊടുക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ ഉത്തമ സാക്ഷികളാകുവാൻ ഞങ്ങളുടെ കുടുംബത്തിൽ, ശുശ്രൂഷയിൽ, ജോലിയിടങ്ങളിൽ, സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെയും നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവായ യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് സകല ലോകത്തെയും സകലരെയും പ്രാർത്ഥനയോടുകൂടി ഏൽപ്പിക്കുന്നു. രക്ഷകനായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണയുടെയും പിതാവേ, യോഗ്യരായോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകലതായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി മൂലം ലോകത്തെ വീണ്ടെടുത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായി നിന്നെ സേവിക്കുന്നതിനെ ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ ആളുകളൊക്കെയും അങ്ങനെ ഞങ്ങളുടെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്ഥിതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലകളെ കുറിച്ചും തക്കതായ ബോധം മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും കലാശാസ്ത്രത്തോടെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്റെ കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നുവെന്ന് കണ്ടറിയുവാൻ അവയെ വിശ്വസതയോടെ നിവർത്തിപ്പാനും ഞങ്ങൾക്ക് ഏവർക്കും കൃപയും ശക്തി ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ദൈവം നൽകിയ ദാനങ്ങളിൽ നിന്നും ഒരു വിഹിതം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ, ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നമ്മുടെ സ്തോത്രദാനങ്ങളെ നമുക്ക് സമർപ്പിക്കുവാൻ വേണ്ടി 288-ാം കീർത്തനത്തിന്റെ ഒരു ചരണം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 288. യേശു കാരുണ്യവാൻ വിളിക്കുന്നു, പാപി വരിക എന്നാരംഭിക്കുന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം.
നമ്മുടെ ദാനങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാടുകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവിധം ഈ വഴിപാടിനെയും ഇത് അർപ്പിച്ചിരിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവിൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദൈവത്തിന്റെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും നമ്മോടുകൂടെയും നമ്മുടെ ഭവനങ്ങളോടുകൂടെയും നമ്മുടെ ചുറ്റുപാടുകളോടുകൂടെയും നാം എന്ന പ്രാർത്ഥനയോർത്ത സകല ആവശ്യങ്ങളോടുകൂടെയും ലോകത്തിന്റെ സൗഖ്യത്തോടുകൂടെയും ഇന്നുമെല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ശുശ്രൂഷയുടെ മംഗളഗാനമായി 328 ഗീതം നമുക്ക് ചേർന്ന് പാടാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമെന്ന് ആരംഭിക്കുന്ന 328 ഗീതം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവോടുകൂടെയും നമുക്ക് സമാധാനത്തോടു കൂടെ തന്നെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ, ഓൺലൈൻ വഴിയായി ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയോടുകൂടി അറിയിക്കുന്നു. ഇന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് പാലക്കാട് ഹോളിഡേ CSI ഇടവകയുടെ കരോൾ ഗാന ശുശ്രൂഷയാണ്. വൈകുന്നേരം 6 മണിക്ക്. പരിമിതമായ സാഹചര്യത്തിൽ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് നമ്മൾ നടത്തുന്നു. ആരോഗ്യമുള്ള, സംബന്ധിക്കുവാൻ താല്പര്യമുള്ള പ്രായഭേദമെന്ന് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. സാധിക്കുന്നിടത്തോളം മക്കൾ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർ ദേവാലയത്തിൽ വന്ന് ഈ കരോൾ ഗാന ശുശ്രൂഷ പങ്കെടുക്കുകയും അതിനെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഡിസംബർ മാസം 24-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ക്രിസ്മസ് ഈവ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നു. താല്പര്യമുള്ള ഫെലോഷിപ്പുകൾക്കും വ്യക്തികൾക്കുമൊക്കെ ക്രിസ്തുമസ് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. സാധിക്കുന്നവരുണ്ട് എങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുകയും അത് സംബന്ധിക്കുകയും ചെയ്യണമേ എന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു.
എല്ലാ പ്രിയപ്പെട്ടവർക്ക് ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.